പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവമായ കർത്താവ് അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ആമേൻ. നാം ഏത് സാഹചര്യത്തിലിരുന്നാലും ആമേൻ, നിശ്ചയമായ ആശ്വാസത്തിൻ്റെ ഉറവിടമായ കർത്താവ് നമ്മെ ആശ്വസിപ്പിച്ച് നമുക്ക് സാന്ത്വനവും ബലവും ധൈര്യവും നൽകി നമ്മെ നടത്തുവാൻ സർവശക്തനാണ്. ആമേൻ. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദവാക്യം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3, 4, 5 വചനങ്ങൾ. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസം നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. പ്രൈസ് ദി ലോർഡ്. 2 Corinthians chapter 1 verse 3, 4 and 5. Praise be to the God and Father of our Lord Jesus Christ, the Father of compassion and the God of all comfort, who comforts us in all our troubles, so that we can comfort those in any trouble with the comfort we ourselves receive from God. For just as we share abundantly in the suffering of Christ, so also our comfort abounds through Christ. Amen. Praise the Lord. ഇവിടെ നാം വായിക്കുന്നു, നമ്മുടെ ദൈവം ആരാണ്? 3-ാം വചനത്തിൽ നാം വായിക്കുന്നു, മനസ്സലിവുള്ള പിതാവും സർവാശ്വാസം നൽകുന്ന ദൈവവുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം. ആമേൻ. ഹല്ലേലൂയ. സർവാശ്വാസം നൽകുന്ന ദൈവം, ഗോഡ് ഓഫ് ഓൾ കംഫർട്ട്. ആമേൻ. അതായത് ഏത് പ്രതിസന്ധികളിലായിരുന്നാലും കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കും. മനുഷ്യരുടെ ആശ്വാസത്തിനൊക്കെ ഒരു പരിധിയുണ്ട്, എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ആമേൻ. സ്തോത്രം. അതുവരെ മനുഷ്യർക്ക് ആശ്വസിപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കുന്നതിന് ആമേൻ അത്രമാത്രം ആശ്വാസമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതിൻ്റെ അപ്പുറം അതികഠിനമായ വേദനകൾ, പ്രയാസങ്ങൾ, ആമേൻ, പ്രതിസന്ധികൾ നാം അനുഭവിക്കുമ്പോൾ യാതൊരു മനുഷ്യരുടെയും ആശ്വാസം നമുക്കൊരാശ്വാസമായി ആമേൻ തോന്നുകയില്ല. എന്നാൽ നമ്മുടെ ദൈവം സർവാശ്വാസം നൽകുന്ന ദൈവമായിരിക്കാൻ നാം ഏതവസ്ഥയിലായിരുന്നാലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും, ഏത് പ്രതിസന്ധിയിലായിരുന്നാലും, ഏത് രോഗാവസ്ഥയിലായിരുന്നാലും, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, നിശ്ചയമായി കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുന്നത് അതൊരു നിത്യാശ്വാസമായിരിക്കും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആമേൻ. യോബിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, തൻ്റെ സ്നേഹിതന്മാർ ആശ്വസിപ്പിക്കുവാനായി കടന്നു വന്നു. ആമേൻ. കുറച്ച് ദിവസം അവർ ആശ്വസിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി തീർന്നപ്പോൾ, ആമേൻ, സ്തോത്രം, ആരുടെ മുൻപിലാണോ യോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നത്, ആമേൻ, ആ ദൈവം മാത്രം, ആമേൻ, സ്തോത്രം, യോബിനോട് കൂടെ ഉണ്ടായിരുന്നു. തനിക്ക് ദൈവത്തുണയായി കൊടുത്ത ഭാര്യയെ പോലും തന്നെ തള്ളിക്കളഞ്ഞു. എല്ലാവരും തന്നെ വിട്ട് അകന്നു മാറി. എല്ലാവർക്കും ഒരു പരിഹാസ വിഷയമായി തീർന്നു. ആമേൻ. ആശ്വസിപ്പിക്കുവാൻ വന്ന സ്നേഹിതന്മാർ പോലും വ്യസനിപ്പിക്കുന്നവരായി മാറി, തകർക്കുന്നവരായി മാറി. ഹല്ലേലൂയ. എന്നാൽ ആമേൻ, യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ ആമേൻ, സ്തോത്രം, ഓരോ വചനങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവം പ്രത്യക്ഷമായി യോബിനോട് സംസാരിക്കുന്നു. യോബിനെക്കുറിച്ച് ദൈവം വീണ്ടും തൻ്റെ സ്നേഹിതന്മാരോട് സാക്ഷ്യം പറയുന്നു. ആമേൻ. യഹോവ യോബിൻ്റെ മുഖത്തെ ആദരിച്ചു, നഷ്ടപ്പെട്ടതൊക്കെയും ഇരട്ടിയായി കൊടുത്തു. അപ്പോൾ ഏത് സാഹചര്യത്തിലും യോബിന് ആശ്വാസം ദൈവത്തിങ്കൽ മാത്രമായിരുന്നു. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥമായി ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഓരോ ദൈവ പൈതങ്ങളോടും ദൈവത്തിൻ്റെ ആലോചന, ഹല്ലേലൂയ, ആമേൻ, ആരിലും ഒരു ആശ്വാസമില്ലാതെ നാം ആയിരിക്കുമ്പോൾ, ആമേൻ, എല്ലാ സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോൾ നമുക്കൊരു ദൈവമുണ്ട്. ആ കർത്താവ് സർവാശ്വാസം നൽകുന്ന ദൈവമാണ്. ആ കർത്താവിൽ തന്നെ ആശ്രയിക്കാം. അടുത്ത് വായിക്കുന്നു, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിപ്പാൻ
ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ്? ഇതുപോലെ യാതൊരു കഷ്ടത്തിലായിരിക്കുന്നവർക്കും ആമേൻ ആശ്വാസം പറയുവാൻ നാം ശക്തരാകേണ്ടതിന്. കാരണം കർത്താവ് സർവ്വ ആശ്വാസം നൽകുന്ന ദൈവമാണ്. സർവ്വ കാര്യങ്ങളിലും കർത്താവ് നമുക്ക് ആശ്വാസം നൽകും. നമ്മെ ആശ്വസിപ്പിച്ച് കർത്താവ് ശക്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രതിസന്ധികളുടെ നടുവിൽ നാം തളർന്നു പോകുന്നുവെന്ന് നമുക്ക് തോന്നിയാലും ഓരോ പ്രതികൂലങ്ങൾ നാം തരണം ചെയ്യുമ്പോൾ കർത്താവ് നമ്മെ ശക്തരാക്കുകയാണ്. ആമേൻ. അപ്പോൾ കഷ്ടങ്ങളിൽ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുമ്പോൾ നാം യാതൊരു കഷ്ടത്തിലുള്ളവരെയും ആശ്വസിപ്പിപ്പാൻ ശക്തരായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് നമ്മെ വീണ്ടും വീണ്ടും ആശ്വസിപ്പിക്കുന്നത്. ഈ നാളുകൾ ദൈവം നമ്മെ ആശ്വസിപ്പിക്കും. ആ ആശ്വാസം പ്രാപിച്ച് നാം മൗനമായിരിക്കുവാനല്ല, അതുപോലെ യാതൊരു കഷ്ടത്തിൽ ഏതുവിധമായ കഷ്ടത്തിലായിരിക്കുന്നവരോടും ആശ്വാസം പറയുവാൻ, യേശു നമുക്ക് നൽകിയ ആശ്വാസം പറയുവാൻ നമ്മെ കർത്താവ് ശക്തീകരിക്കുന്നു. ഈ നാളുകളിൽ എത്ര പേർ അത് ആഗ്രഹിക്കുന്നുണ്ട്? യാതൊരു കഷ്ടത്തിലുള്ളവരെയും ആശ്വസിപ്പിക്കാനുള്ളൊരു ശക്തി ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക. അതിനായി നാം ദൈവത്തിൽ നിന്ന് ആശ്വാസം നമുക്ക് ലഭിക്കുമ്പോൾ നിശ്ചയമായി നാം അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം. മറ്റുള്ളവർക്കും നാം ഒരു ഉപയോഗമായി അവർക്കൊരു പ്രയോജനകരമായി ഏത് ട്രബിളിലിരിക്കുന്നവരെയും ആശ്വസിപ്പിക്കുവാൻ നാം കഴിവുള്ളവരായി ശക്തരായി മാറുന്നു. അതിനായി നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അടുത്ത് നാം വായിക്കുന്ന 5-ാം വചനത്തിൽ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ. അപ്പോൾ അനുഗ്രഹം, സമൃദ്ധി, വാഗ്ദത്ത നിവൃത്തീകരണം, ഈ വാക്കുകളാണ് നാം എപ്പോഴും കേൾക്കുന്നത്. എന്നാൽ ഇവിടെ വായിക്കുന്നു ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ പെരുകും. ഹല്ലേലൂയ. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. ആ യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന ഓരോ ദൈവ പൈതലിൻ്റെ ജീവിതത്തിലും ക്രിസ്തു അനുഭവിച്ച കഷ്ടങ്ങളിൽ സ്തോത്രം, നാമും ചിലത് അനുഭവിക്കേണ്ടി വരും. ഹല്ലേലൂയ. ആ കഷ്ടങ്ങൾ നമ്മിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസം പെരുകുന്നു. ആ കർത്താവ് കഷ്ടം സഹിച്ചു, നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ യേശു ക്രിസ്തുവിനാൽ കഷ്ടങ്ങൾ പെരുകുന്നത് പോലെ തന്നെ ആശ്വാസവും പെരുകുന്നു. ഹല്ലേലൂയ. ആ ദൈവത്തിലുള്ള ആശ്വാസം പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ചില കഷ്ടങ്ങളിലൂടെ നാം കടക്കേണ്ടി വരും. ചില കഷ്ടങ്ങളിലൂടെ കടക്കേണ്ടി വരുമ്പോൾ അയ്യോ ഞാൻ മാത്രം എന്തിനെ കഷ്ടം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് മടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ആ ക്രിസ്തുവിൻ്റെ ആശ്വാസം പ്രാപിച്ചുകൊണ്ട് ജയത്തോടെ, സന്തോഷത്തോടെ ജീവിതയാത്രയിൽ മുന്നേറുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ പകൽക്കാലം കർത്താവ് നമ്മോട് ഏവരോട് സംസാരിക്കുന്നത് നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു പിതാവായ ദൈവമുണ്ട്. ആമേൻ. ആ ആശ്വാസം പ്രാപിച്ചുകൊണ്ട് നാം എന്തിനു വേണ്ടിയാണ് ഈ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നത്? ഇതുപോലെ യാതൊരു കഷ്ടത്തിലുള്ളവരെയും ആശ്വസിപ്പിപ്പാൻ കർത്താവ് നമ്മെ ശക്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. മൂന്നാമതായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആശ്വാസം നമ്മിൽ പെരുകി വരും. ആമേൻ. കഷ്ടങ്ങൾ പെരുകും തോറും അവിടെ നാം തളർന്നു പോകത്തില്ല, നാം വീണു പോകത്തില്ല, നാം നശിച്ചു പോകത്തില്ല. ആശ്വാസവും നമ്മിൽ പെരുകുന്നത് കൊണ്ട് സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ജയത്തോടെ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ആമേൻ. ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമെന്ന് അരുളിച്ചെയ്ത കർത്താവ് ഇന്ന് പകൽക്കാലം ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ നാളുകളിൽ കർത്താവെ യാതൊരു കഷ്ടത്തിലുള്ളവരെയും ആശ്വസിപ്പിക്കാൻ അങ്ങ് ഞങ്ങളെ ശക്തീകരിക്കുന്നതിനാൽ നന്ദി നാഥ. കർത്താവെ അങ്ങയുടെ കർത്താവെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൂതുവാഹികളായി കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. അതുപോലെ കർത്താവെ അങ്ങയുടെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകും തോറും ആശ്വാസവും ഞങ്ങളിൽ പെരുകി വരുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ നാളുകൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവെ. ആമേൻ. ഈ ഭൂമിയിലും കർത്താവ് ആശ്വാസം നൽകും. ആമേൻ. സമാധാനം, സ്വസ്ഥതയും നൽകും. അതുപോലെ നിത്യാശ്വാസത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവകൽപ്പനകൾ അനുസരിച്ച് കർത്താവെ അപ്പാ അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.